മലയാളികളുടെ ഹൃദയത്തെ കീഴടക്കിയ ഹൃദയം വീണ്ടും നമ്മുടെ തിയേറ്ററിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനാണ് ഹൃദയത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച സമയത്ത് ചേട്ടന്റെ പോസ്റ്ററും ചേട്ടൻ ഒട്ടിക്കുന്നതും ഷെയർ ചെയ്ത് അങ്ങനെയാണ് ചേട്ടനെ കൂടുതൽ ആൾക്കാർ ഒന്നുകൂടി അറിഞ്ഞതല്ലേ? മൊത്തം തലയിൽ മൊത്തം സിനിമ ആയിരുന്നത് കൊണ്ട് തന്നെ പഠിക്കാനുള്ളൊരു കഴിവ് വേണമെന്നില്ല എന്ന് തന്നെ പറയാം. തുണ്ട് എങ്ങനെയൊക്കെ വെച്ച് എഴുതി ജയിക്കാം എന്നുള്ള റിസർച്ച് തന്നെ വേണമെങ്കിൽ നടത്തിയെന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. മദ്രാസിലേക്ക് പോയി ചെന്നിറങ്ങുന്നതും നമ്മുടെ സിനിമയിലും അല്ലെങ്കിൽ നടീനടന്മാരുടെ ലൈഫിലും കണ്ട മദ്രാസ് അല്ലായിരുന്നു ഞാൻ ചെല്ലുമ്പോഴേക്കും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് മദ്രാസ് ജീവിതം. നാട് വിട്ട് മദ്രാസിലേക്ക് പോയിട്ട് ഒരു ഫലം ഉണ്ടായില്ല അല്ലേ? ഇല്ല. പാർട്ടിക്കാരെന്നെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. അവരുടെ പോസ്റ്ററിന്റെ മേലെ മുകളിൽ നമ്മൾ ഒരിക്കലും ഒട്ടിക്കത്തില്ല, കാരണം നമുക്ക് പേടിയാണത്. കേറി വാ മക്കളെ, നമുക്ക് സിനിമ അടിച്ചു പൊളിക്കാം. നമസ്കാരം, സിനിമാ തെക്കിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ അധികം ആരും പരാമർശിക്കാത്ത ഒരു വിഭാഗമാണ് സിനിമാ പോസ്റ്റർ ഒട്ടിപ്പുകാർ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മഴയത്തും വെയിലത്തും മഞ്ഞത്തുമെല്ലാം പോസ്റ്ററുകൾ ഒട്ടിച്ച് സിനിമാ കൊട്ടകയിലേക്ക് കാണികളെ ആകർഷിക്കുന്നത് ഇവരാണ്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഇവരുടെ ആത്മാർത്ഥത കൂടിയാണ്. ഒരു കാലത്ത് കുഗ്രാമങ്ങളിലെ സാധാരണക്കാർ പോലും ഒരു സിനിമയെക്കുറിച്ചോ ഒരു സിനിമയുടെ പേരോ അറിയുന്നത് ഈ പോസ്റ്ററിലൂടെയായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായെങ്കിലും പോസ്റ്റർ ഒട്ടിപ്പുകാർ കൂടി വരുന്നില്ല. പോസ്റ്റർ ഒട്ടിപ്പുകാരുടെ ജീവിതവും അവരുടെ കഷ്ടപ്പാടും നമ്മൾ അറിയണം. 28 വർഷമായി പോസ്റ്റർ ഒട്ടിപ്പ് ജോലി ചെയ്യുന്ന സുധീഷ് മഞ്ഞപ്പാറയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. ഇൻട്രോ കുറച്ച് കൂടിപ്പോയോ? ഇല്ല. ആദ്യം തന്നെ സുധീഷ് മഞ്ഞപ്പാറ ആരാണെന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി. ഇപ്പം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഒട്ടിപ്പ് തൊഴിലാളിയാണ്, ഒന്ന് പറയാമോ ചേട്ടനെ കുറിച്ചൊന്ന്? എൻ്റെ പേര് സുധീഷ് മഞ്ഞപ്പാറ എന്നാണ്. 28 വർഷമായിട്ട് സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരാനുള്ള കാരണം സിനിമയോടുള്ള അമിതമായ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സിനിമ നടനാകണം, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണണം. കുഞ്ഞുനാളിലെ അയലത്തെ വീട്ടിലൊക്കെ സിനിമ ടി വിയിൽ സിനിമ കാണാൻ പോകുമ്പോഴേക്കും അപ്പോൾ ഒരു ആഗ്രഹം തോന്നി സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം. അതെ. പക്ഷെ അത് എന്നെ എത്തിച്ചത് തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള യാത്രയാണ് മുന്നോട്ടുള്ള ഇവിടെ വരെ എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സിനിമാ നടനാകണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അമ്മൂമ്മയുടെ മുറുക്കാൻ കടയിൽ നിന്നപ്പോഴാണ് പോസ്റ്ററുകൾ കാണുന്നതും എൻ്റെ മുഖം അതിൽ പതിയണമെന്ന് തോന്നുന്നതും അല്ലേ? അതെ. അതെങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലത്ത് ആ കുഞ്ഞു മനസ്സിൽ? അമ്മമ്മയ്ക്ക് മുറുക്കാൻ കട ഉണ്ടായിരുന്നു. അവിടെ ഈ നാരങ്ങ വെള്ളവും മോര് വെള്ളമൊക്കെ വിൽക്കുന്ന കടയായിരുന്നു. അപ്പോൾ അമ്മമ്മയുടെ കടയിൽ തൊട്ടടുത്ത തിയേറ്ററിൽ പോസ്റ്റർ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഈർക്കിലേക്ക് കുത്തിവെക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതുപോലെ അമ്മമ്മ ഒരു പണ്ടത്തെ എഴുത്തുകാരിയും പടം വരപ്പും ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അമ്മ ആ പോസ്റ്ററുകൾ എടുത്ത് പടം മാറുമ്പോഴേക്കും ആ പോസ്റ്റർ എടുത്ത് അതിൽ വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. അങ്ങനെ സിനിമകൾ അമ്മമ്മയോടൊപ്പം, അമ്മമ്മ ഒരു സിനിമയോടുള്ള ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു. അങ്ങനെ അമ്മമ്മ ഞങ്ങളെയൊക്കെ തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകും. അമ്മമ്മയ്ക്ക് ഈ തിയേറ്ററിൽ സിനിമ കാണാൻ പാസ്സൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഓരോ ആഴ്ചയിൽ ഒരു സിനിമ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം, എന്നാലും അമ്മമ്മ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും. മിക്ക സിനിമകൾ കാണാൻ കൊണ്ടുപോകുമായിരുന്നു. അന്നൊക്കെ ആയിരുന്നു എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അന്നൊക്കെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ കിട്ടുന്നത് പൈസയല്ല, ഒട്ടിക്കുന്ന ആ മതിലിലോ അല്ലെങ്കിൽ ആ ആൾക്കാരുടെ അവർക്ക് കിട്ടുന്നത് പാസ്സാണ്, സിനിമ കാണാനുള്ള പാസ് ഇല്ലേ? അതെ. അപ്പൊ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ സിനിമയോടുള്ള മോഹം കണ്ടു. അപ്പൊ എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ഈ പോസ്റ്റർ ഒട്ടിപ്പ് ജോലിയിൽ എത്തുന്നത്? ഓക്കെ, ഞാൻ 9ാം ക്ലാസ്സിൽ വരെ എത്തി. അപ്പോൾ എനിക്ക് അതിനിടയ്ക്കൊക്കെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ കയറി പറ്റണം, സിനിമകൾ കാണണം. അങ്ങനെ 9ാം ക്ലാസ് വെക്കേഷൻ ആയപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അശോകൻ എന്ന് പറഞ്ഞ ഒരു ആള്, പുള്ളിക്കാരൻ അവിടെ ഫാമിലിയായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തിയേറ്ററിലെ പോസ്റ്റർ ഒട്ടിപ്പുകാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് പിന്നീട് ഞാനും കൂടെ തിയേറ്ററിൽ വന്നിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ മിന്നാരം ഒക്കെ സിനിമ, അതുപോലെ മിന്നാരം ഒക്കെ സിനിമയുടെ പോസ്റ്ററൊക്കെ വേണ്ടി കൊണ്ടുവന്നത്, പിടക്കൊഴി കൂന്ന നൂറ്റാണ്ട് ആ സിനിമയുടെ പോസ്റ്ററും അതുപോലെ നോട്ടീസൊക്കെ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ 9ാം ക്ലാസ് വെക്കേഷനായിരുന്നു. അപ്പോൾ വെക്കേഷന് ഞാനും കൂടെ തിയേറ്ററിൽ പോയി 2 മാസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് തുടങ്ങുകയാണ്.
അപ്പോൾ ഞാൻ പോയപ്പോഴാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അവിടെ സിനിമ കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് മോഹൻലാൽ ഉസ്താദ് സിനിമയൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിന് പിന്നെ ആ പോസ്റ്റർ ഒട്ടിപ്പ് അവിടെ തൊട്ട് തുടക്കം. അതായത് സിനിമ പോസ്റ്റർ ഒട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. പിന്നീട് ക്ലീനിങ് ആയിരുന്നു ജോലി, ബാത്റൂം കഴുകലും അതൊക്കെ തന്നെയായിരുന്നു. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് തന്നെയായിരുന്നു. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് പരീക്ഷ കഴിയാൻ വരെ കാത്തിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ തിയേറ്ററിലേക്ക് വന്നു. അവിടം തൊട്ട് പിന്നെ അങ്ങോട്ട് ഈ 28 വർഷം വരെ നീണ്ടുന്ന ഒരു യാത്ര തുടങ്ങുകയായി. 10ാം ക്ലാസ് പിന്നെ തോറ്റിരുന്നു എന്ന് പറഞ്ഞിട്ട് അതെന്താണ്? സിനിമയോടുള്ള അമിതമായിട്ടുള്ള ഒരു ഭ്രാന്ത്, സിനിമാ ഭ്രാന്തൻ എന്ന ആൾക്കാര് ആ ചെറുപ്പകാലം തൊട്ട് തന്നെ വിളിച്ചായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണോ തോറ്റത്? പഠിക്കില്ലായിരുന്നോ? അത് സിനിമയായിരുന്നു, മൊത്തം തലയിൽ മൊത്തം സിനിമയായിരുന്നത് കൊണ്ട് തന്നെ പഠിക്കാനുള്ളൊരു കഴിവ് വേണമെന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ തുണ്ട് എങ്ങനെയൊക്കെ വെച്ച് എഴുതി ജയിക്കാം എന്നുള്ള റിസർച്ച് തന്നെ വേണമെങ്കിൽ നടത്തിയെന്ന് പറയാം. അപ്പോൾ അതിലാണ് ഞാൻ ഒന്നി പഠിച്ചാൽ 3 അല്ല 4 ആണെന്ന് ഞാൻ കരുതുന്നത്. കാരണം 4ാമത്തെ തൊട്ടാണ് ഞാൻ എഴുതി ജയിച്ചത്. അതെ, അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്തു. അന്ന് ഭയങ്കര പാടായിരുന്നു. അതെങ്ങനെയൊക്കെ, അതായത് ലൈവായിട്ട് വരെ ഞാൻ തുണ്ട് കൊണ്ട് കയറിയിട്ടുണ്ട്. അതായത് പിടിച്ചിട്ടുണ്ട്? ഇല്ല അതാണ് ഞാൻ പറയാം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സിനിമയിൽ കയറാൻ അല്ലെ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതെ. അപ്പോഴാണ് അവിടെ കുറെ ആൾക്കാർ പറഞ്ഞത്, നീ ഇവിടെ കിടന്ന് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് കാര്യമില്ല, നിന്റെ ലൈഫ് ഈ ചുവരിലെ പോസ്റ്റർ പോലെ അവിടെ ഒട്ടി തന്നെ ഇരിക്കും. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് നീ പോകുന്നെങ്കിൽ മദ്രാസിലേക്ക് പോകാൻ പറഞ്ഞു. കാരണം അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ചാൽ നീ രക്ഷപ്പെട്ടു. മദ്രാസിൽ പോയാല് ഒരു കാലത്ത് മദ്രാസ് ആയിരുന്നല്ലോ സിനിമയുടെ ഈറ്റിൽ എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഈ നാനയും വെള്ളി നക്ഷത്രവും ഇതൊക്കെ വായിക്കുമ്പോഴേക്കും നമുക്ക് ഓരോ നടീനടന്മാരുടെ ലൈഫുകൾ നമ്മൾ അതിലൂടെ കാണാൻ കഴിയും. അപ്പൊ അതനുസരിച്ച് ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. മദ്രാസിലേക്ക് പോയി ചെന്നിറങ്ങുന്നതും ഞാൻ നമ്മുടെ സിനിമയിലും അല്ലെങ്കിൽ നടീനടന്മാരുടെ ലൈഫിലും കണ്ട മദ്രാസ് അല്ലായിരുന്നു ഞാൻ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ ആ സമയത്ത് മദ്രാസിൽ നിന്നും സിനിമ എറണാകുളത്തേക്ക് വന്ന് അതെ. അപ്പോഴേക്കാണ് അവിടെ ഫ്രണ്ട്സ്, തമിഴ് ഫ്രണ്ട്സ്, വിജയുടെ ഫ്രണ്ട്സ് അവിടെ കളിക്കുന്നുണ്ട്. അതേപോലെ രാക്കിളിപ്പാട്ട് 2000-ലാണ് ഞാൻ പോകുന്നത്. രാക്കിളിപ്പാട്ട് സ്നേഹിതയൊക്കെ അവിടെ കളിക്കുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ ഭയങ്കര കാണുന്നൊരു മദ്രാസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി ഇറങ്ങിയപ്പോ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ജീവിതം, മദ്രാസിലെ ജീവിതം? അന്നൊരു എത്ര വയസ്സുണ്ടായിരുന്നു? 10-17 വയസ്സായിരുന്നോ? 17 വയസ്സ്. 17. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ച് അറിയില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ ഈ തെരുവുനായ നാടകത്തില്ലേ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും. പിന്നെ കുറേ കടകളുടെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എന്താണ് സംഭവം. അതിനിടയിൽ പേഴ്സ് മോഷണം പോയി, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകൾ. അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് പിന്നെ അയാളാണ് അവിടെ ഒരു ഹോട്ടലിൽ ക്ലീനിങ് ജോലിക്കായിട്ട് കയറുന്നത്. അപ്പോൾ അവിടെ പിടിച്ചു നിന്നിട്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുക്കും. നൈറ്റ് ഡ്യൂട്ടി എടുത്തതിന് ശേഷം പകല് വടപഴനി, പിന്നെ അതുപോലെ കോടമ്പക്കം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ച് കണ്ട് ലൊക്കേഷൻ സിനിമകള് സ്റ്റുഡിയോസ് വലിയ അവിടെ അറിയപ്പെടുന്ന ഒരുപാട് സ്റ്റുഡിയോസ് ഇല്ലേ? അതെ. അവിടെ ഏതൊക്കെ സ്റ്റുഡിയോസിലൊക്കെ പോയിട്ടുണ്ട്? അപ്പോൾ അവിടെ പോയുള്ള ഭരണി സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരണി സ്റ്റുഡിയോയിൽ കയറുമ്പോൾ തന്നെ പേടിച്ചു പോയി. പോലീസ് സ്റ്റേഷൻ്റെ സെറ്റൊക്കെ ഇട്ടാൽ ഞാൻ വിചാരിച്ചു പോലീസ് സ്റ്റേഷനാണോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. വെളിയിൽ നോക്കിയപ്പോൾ ഭരണി സ്റ്റുഡിയോ ഇപ്പോൾ ഇല്ല. പിന്നെ AVS സ്റ്റുഡിയോ, വിജയവാഹിനി സ്റ്റുഡിയോ, പ്രസാദ് സ്റ്റുഡിയോ, ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ചിലതിലൊക്കെ അകത്ത് കയറ്റി വിടും, AVMൽ അകത്തൊന്നും കയറ്റി വിടുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ കൊതിയോടുകൂടി നോക്കി നിൽക്കും. AVMലും ആ കറങ്ങുന്ന AVMൻ്റെ ആ ബോളും അതെല്ലാം കണ്ടുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിനിമയ്ക്കായിട്ടുള്ള അലച്ചിൽ, വൈകുന്നേരം പണി ചെയ്യും. പിറ്റേന്ന് രാവിലെ ഇത് തന്നെയാണ് ഉറക്കം. അതിനിടയ്ക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഉറക്കം കാണും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് മദ്രാസ് ജീവിതം. നാട് വിട്ട് മദ്രാസിലേക്ക് പോയിട്ട് ഒരു ഫലം ഉണ്ടായില്ല അല്ലേ? ഇല്ല. കുറെ സിനിമ കണ്ടു, കുറെ ലൊക്കേഷനുകൾ കണ്ടു, സിനിമ പരമായിട്ടുള്ള കുറെ കാഴ്ചകൾ കണ്ടെന്നല്ലാതെ ഒന്നും പറ്റിയില്ല. പിന്നെ 6 മാസത്തിന് ശേഷം പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് വീണ്ടും
സിനിമാ തിയേറ്ററിൽ വീണ്ടും ജോലി തുടങ്ങി അതെ പോസ്റ്റ് ജോലി. അപ്പം ആദ്യം ഈ സിനിമാ നടനാവണം എന്നുള്ള അന്ന് ഇങ്ങനെ ഓഡീഷനൊക്കെ കുറെ ഉണ്ടായിരുന്നോ? അന്ന് അങ്ങനെ പോവുമായിരുന്നോ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ? എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറൊക്കെയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറും അറിയപ്പെടുന്ന സംവിധായകൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അന്ന് പുള്ളി അതിൻ്റെ ഞങ്ങൾ 2 സിനിമ ഭ്രാന്തന്മാരായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ സുഹൃത്ത് വഴി ഞങ്ങളെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ രാഷ്ട്രം സിനിമ, അതുപോലെ ആണ്ടവൻ, കലാഭവൻ, അപ്പോൾ ഈ സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് കാണാൻ പറ്റും. 1-2 സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഇപ്പോൾ വലിയൊരു നിലയിലെത്തി. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ വലിയ നിലയിലേക്ക് എത്തിയില്ലേ, അസോസിയേറ്റ് ഡയറക്ടറാണ്, ഒരുപാട് സിനിമകളിലുണ്ട് ഈ അടുത്തിറങ്ങിയ. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇത് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താണ് നേട്ടം? ഒറ്റ സുഹൃത്തായിട്ട് പറയാം. കാരണം ഞങ്ങൾ അങ്ങനെ അതനുസരിച്ച് ഞങ്ങളെ കഷ്ടപ്പാട് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ലൊക്കേഷനിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി കിടന്നിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് അറിയാമല്ലോ, ഭക്ഷണം നേരത്തെ കാലത്ത് കിട്ടത്തില്ല, അതുപോലെ പൈസയും കിട്ടാൻ പാടായിരുന്നു. അപ്പം അന്ന് നടന്നൊരു കാലത്താണ് ഞങ്ങൾ 2 പേരും ഇറങ്ങിയത്. പക്ഷേ ഇന്ന് അവൻ വലിയ നിലയിലൊക്കെയാണ്. കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ തന്നെ അസോസിയേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. അതേപോലെ ഹരികുമാർ സാറിൻ്റെ ക്ലിൻറ്റിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെയാണ്. ഒരുപാട് പടങ്ങളുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയായിരുന്നു അല്ലേ, ഞാൻ ശ്രമിക്കാന്നെങ്കിൽ? ഇല്ല, അതായിരിക്കാം ചിലപ്പോൾ സിനിമ എന്ന് പറയുന്നത്. ഈ പറയുന്നതൊക്കെ അവരുടേതായ നിലനിൽപ്പ് മാത്രമേ നോക്കൂ എന്നുള്ളതാണ്. ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു, ഒട്ടിക്കുന്ന സമയത്ത് തോന്നിയായിരുന്നു ഈ പോസ്റ്റർ ഒട്ടിപ്പ് മാത്രമായി പോകുമോ എൻ്റെ ഒരു ലൈഫ്, ഇനി ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളല്ലേ ലഭിച്ചുള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് അത് തുടർന്നത്? പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററും പോസ്റ്ററും വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കഴിഞ്ഞിരുന്നു. പിന്നീടാണ് എന്തുകൊണ്ട് അഭിനയിക്കാൻ ഓരോ അവസരങ്ങൾ, ഒരുപാട് ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഓഡീഷനൊക്കെ കുറവാണെങ്കിൽ ഈ പൈസ തട്ടുന്ന ഏർപ്പാടാണ്. അഭിനയിക്കാൻ പോകുമ്പോഴേക്കും പൈസ 500 രൂപ, 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ അതിന് ശേഷം വിളിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൈസയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇപ്പോഴും തന്നെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഒരു കഥ എഴുതിക്കൂടാന്ന് ഒരു മനസ്സിൽ തോന്നുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അടൂർ സാറിൻ്റെ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം അടൂർ സാറിൻ്റെ എലിപ്പത്തായം, സ്വയംവരം, കൊടിയേറ്റം ഈ സിനിമകൾ കണ്ട്. അപ്പോൾ സിനിമ അടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു വലിയൊരു ഡയറക്ടറാണ് പൊതുവെ ഇങ്ങനെ ബുദ്ധിജീവികളും ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഈ പുതിയ തലമുറ എന്നെപ്പോലുള്ളവർക്ക് അടൂർ വലിയ സംഭവം എന്നല്ലാന്ന് തോന്നി. പക്ഷേ ഒരു കോളേജിൽ ഒരു അടൂരിനെ കുറിച്ചുള്ളൊരു ക്ലാസ്, അല്ലെങ്കിൽ അടൂരിൻ്റെ സിനിമയെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം. അതെ, അപ്പോൾ എലിപ്പത്തായ, സ്വയംവരം, കൊടിയേറ്റം ഈ 3 സിനിമകളും കാണാനിടയായി. അപ്പോഴേക്കും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. റിയാലിറ്റി സിനിമ. അപ്പോൾ സിനിമകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി. അതാണ് 13 വർഷമായിട്ട് ഇപ്പം സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കോവിഡിന് മുന്നേ വരെ 13 വർഷം പൂർത്തിയായി. പിന്നെ പറ്റുന്ന ഫെസ്റ്റിവലിലൊക്കെ പോകും. അപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടപ്പോഴേക്കും എന്തുകൊണ്ട് ഒരു കഥ എഴുതിക്കൂടാ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ എന്ത് കഥയാണ് എഴുതുന്നത്? അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും വ്യത്യസ്തമായ എന്ത് കഥയുണ്ട്? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ലൈഫ് തന്നെ, ജീവിതാനുഭവം. അതെ. അപ്പോൾ ഒരു സിനിമാ തിയേറ്ററും, അതായത് ഞാൻ ജോലി ചെയ്യുന്ന C-ക്ലാസ് തിയേറ്റർ ആണെങ്കിൽ അതിൽ വരുന്ന ഒരു കഥ, ആ കഥയാണ് നമ്മുടെ ഓലക്കൊട്ടക. അതെ, ഓലക്കൊട്ടക ഞാൻ വായിച്ചപ്പോൾ ഓലക്കൊട്ടകയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഭയങ്കര സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു നടനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിന്റെ, അപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിപ്പ് ജോലിയായി ബന്ധപ്പെട്ട് പോകുന്ന കഷ്ടപ്പാടുകൾ, അത് റിയൽ ലൈഫ് തന്നെയാണോ? അതെ, റിയൽ ലൈഫ് തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു നോവലിൽ 60% റിയൽ ലൈഫാണ്. ഞാൻ കണ്ട കാഴ്ചകൾ, കഥാപാത്രങ്ങൾ, അനുഭവിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പിന്നെ കഥാപാത്രങ്ങളൊന്നും റിയലാണ്. അതിൽ ഈ പറഞ്ഞ പോലെ 60% സംഭവിച്ചതും കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണ് ഈ പോസ്റ്റർ ഒട്ടിപ്പ് ഇതിൽ ഉണ്ടെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പോസ്റ്റർ ഒട്ടിപ്പ് ഈ ഒരു ഇത്രയും വർഷത്തിൽ ഈ ഒരു നോവലിൽ
ഉൾപ്പെട്ട തന്നെ പറയുകയാണെങ്കിൽ ആ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാ, ഒരു ജോലിക്ക് പോയ സമയത്ത്. ജോലിക്ക് പോയ സമയത്ത് ദുരിതങ്ങൾ എന്തൊക്കെയാണ്? ഈ ദുരിതങ്ങൾ മാത്രമേ ഉള്ളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നിത്യേന ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ആയിട്ട് തോന്നത്തില്ല. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതാണ്. കാരണം ഈ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. പകല് ഒട്ടിക്കാത്തത് എന്താണ് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം ടൗൺ ഏരിയകളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടൗണിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോഴേക്കും നീ എന്തിനാണ് ഇവിടെ ഒട്ടിച്ചതെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവൻ പിടിച്ചൊരു കർണക്കുറ്റിക്ക് അടി തരും. എന്തിനാണ് ഇവിടെ ഒട്ടിച്ചത് ചോദിക്കാതെ. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് ഒട്ടിക്കാനോ, വലിയ പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ കുറേ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തണം. ഇപ്പോൾ തിരക്കുള്ള ടൗൺ ആകുമ്പോഴത്തേക്കും എന്തുകൊണ്ടും അപ്പം രാത്രി കാലങ്ങളിലാണ് ഏറ്റവും നല്ലത്. ഈ രാത്രി കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് തെരുവ് നായ്ക്കൾ ഭയങ്കരമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന ആൾക്കാർ, പാർട്ടിക്കാർ, അതായത് പോസ്റ്റർ ഒട്ടിക്കാൻ വരുമ്പോഴേക്കും കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്. മദ്യവെച്ചിട്ട് വരുമ്പോഴത്തേക്ക് പോസ്റ്റർ ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആദ്യം വരട്ടും, അടിക്കാനൊക്കെ ശ്രമിക്കും. പിന്നെ നമ്മൾ കൊടുത്തില്ല, കാരണം അത് ചിലപ്പോൾ ഒരു 10-20 പോസ്റ്റർ കാണുള്ളൂ ടൗണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയെല്ലാം റൂട്ടിൽ ഒട്ടിക്കും. കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും യവന്മാർ വന്നിട്ട് അത് മൊത്തത്തിൽ വലിച്ചു കയറിയാൻ കളയും. ഒരു രക്ഷയില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ റിലീസിൻ്റെ പടത്തിൻ്റെ പോസ്റ്ററെല്ലാം ഒട്ടിച്ചേക്കുവാണ്. പാർട്ടിക്കാരുണ്ടല്ലേ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിലും ഒട്ടിക്കും. കാരണം വലിയ 6 ഷീറ്റ് പോസ്റ്ററിൻ്റെയൊക്കെ നടീനടന്മാരുടെ അതുപോലെ പേരിൻ്റെയൊക്കെ, കാരണം അവരുടെ പോസ്റ്റർ പെട്ടെന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്ററിൽ മൊത്തത്തിൽ മറച്ചങ്ങൊട്ടിക്കും. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമമാണ്. കാരണം നമ്മൾ ഉറക്കൊഴിഞ്ഞിട്ട് ഇതുപോലെ റൂട്ടൊക്കെ ഒരുപാട് പോയിട്ട് വന്നിട്ട് സൈക്കിളും ചവിട്ടിയൊക്കെ വന്നിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും, എന്നാൽ അവർക്ക് തൊട്ടടുത്ത സ്ഥലങ്ങൾ കിടപ്പുണ്ടെങ്കിൽ പോലും അവരത് ചെയ്യത്തില്ല. പക്ഷെ ഇത് ചോദിക്കാനോ പറയാനോ ആരുമില്ല. തിരിച്ച് നമ്മൾ അവരുടെ പോസ്റ്റർ ഒന്നും മറയ്ക്കട്ടെ, വൻ വിഷയങ്ങളാണ്. അങ്ങനെ പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്കാരെന്നെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പോസ്റ്ററിന്റെ മേലെ മുകളിൽ നമ്മൾ ഒരിക്കലും ഒട്ടിക്കത്തില്ല, കാരണം നമുക്ക് പേടിയാണത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കഴിവിന്റെ പരമാവധി മാറ്റിയേ ഒട്ടിക്കൂ. ചിലപ്പോൾ കാരണം രാത്രിയും കാണും, ചിലപ്പോൾ നമ്മൾ കാണാതെയും കാണും. ഒന്ന് മറിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നം തീർന്നു. പാർട്ടിക്കാരും പട്ടികളും ഒക്കെയാണ് രാത്രി പ്രശ്നം. പിന്നെ മദ്യപിക്കുന്ന ആൾക്കാർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൂടുതലും പോസ്റ്റർ ഒട്ടിക്കുന്നത് നമ്മൾ ഏത് സൈറ്റിൽ നിന്ന്, കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ കൂടെയാണ്. കാരണം രാത്രിയിൽ 6 ഷീറ്റ് പോസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ 6 പീസ് ചേരുന്നതാണ് 6 ഷീറ്റ്. അപ്പോൾ അത് അവൻ്റെ കണ്ണിൽ ഒരു വെളിച്ചമുണ്ട്. ഏത് പാതിരാത്രിയും അവൻ ഒട്ടിക്കും അത്. അപ്പോൾ ഏത് സൈറ്റിൽ നിന്ന് നോക്കിയാലാണ് ആൾക്കാർ കാണുന്നത്, എങ്ങനെയുള്ള പോസ്റ്റർ ഒട്ടിച്ച ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കും. മോഹൻലാൽ ഫാൻസിൻ്റെ അല്ലെങ്കിൽ മോഹൻലാൽ നടീനടന്മാരുടെ സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഫാൻസ് കൂടുതലുള്ള സ്ഥലത്ത് കൂടുതൽ നല്ല വെറൈറ്റി പോസ്റ്ററുകൾ ഒട്ടിക്കും. ആൾക്കാർ പെട്ടെന്ന് ബസ്സിൽ തിരിഞ്ഞ് വന്ന് അല്ലെങ്കിൽ ബൈക്കിൽ വന്നാലും പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നാലും കാണുന്ന ഏത് സൈറ്റാണ് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് ഒരു നല്ലൊരു പോസ്റ്റർ ഒട്ടിപ്പുകാരൻ ഉള്ള കഴിവാണ്. കലാകാരൻ കൂടിയാണ്. അതെ. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള സൈറ്റുകളാണെങ്കിൽ ചിലപ്പോൾ മുകളിലൊക്കെ കാണും. ചിലപ്പോൾ സൈക്കിള് നിർത്തിയിട്ട് അതിൻ്റെ സൈക്കിൾ ബാലൻസ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ചവറുകൂനകളുണ്ടായിരിക്കും, അതുപോലെ ഓടകളുണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ വേണം ഒട്ടിക്കാം. കാരണം നമുക്കത് ഒട്ടിച്ചേ പറ്റൂ. കാരണം നമ്മുടെ പോസ്റ്റർ 10 പേര് കാണണം. അത് കണ്ടിട്ട് ആൾക്കാർ തിയേറ്ററിൽ സിനിമ കാണണം വരണം. അപ്പം അത് ഒട്ടിക്കാതെ പോയാൽ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം. പക്ഷെ അവിടെ ഒട്ടിക്കാനുള്ളതായിരുന്നു, അവിടെ ഒട്ടിച്ച് എത്ര പേര് കാണും. പക്ഷെ ആ ചെളിയും നമ്മൾ അതൊന്നും വകവയ്ക്കത്തില്ല. നമുക്ക് നമ്മുടെ പടം, നമ്മൾ ഒട്ടിക്കുന്ന പോസ്റ്റർ ആൾക്കാർ കാണണം. അതാണ്. നിങ്ങൾ ഒട്ടിക്കുന്ന പോസ്റ്ററുകൾ ഒട്ടും ഒരു ചുളുക്ക് പോലും ഉണ്ടാവാറില്ല. അതാ ഞാൻ പറഞ്ഞത്, അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. പക്ഷെ നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും നടന്മാർ ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് ആരെങ്കിലും അടുത്തേക്ക് വന്നിട്ടുണ്ടോ? നോവലിൽ പറയുന്നുണ്ട് വന്ന് എന്താ പറയാ, എന്തെങ്കിലും പൈസയൊക്കെ തരുന്ന കാര്യം, അതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞില്ലേ, എത്ര പാതിരാത്രി ആയിരുന്നാലും ഒട്ടിക്കുന്ന ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ സംവിധായകരൊക്കെ അറിയില്ല, ഇപ്പോൾ കൂടുതലും ജനകീയമായ ആൾക്കാർ, നടീനടന്മാരും എല്ലാവരും. അപ്പോൾ ഒട്ടിക്കുന്ന പല സംവിധായകരും കണ്ടിട്ടുണ്ട്. എന്നാ ഒരു 10 രൂപ ചായ കൊണ്ടുപോയി കുടിച്ചോളൂ എന്ന് പറഞ്ഞ ആരും തരത്തില്ല. ഇന്നേ വരെ ആരും തന്നിട്ടുമില്ല. പ്രൊഡ്യൂസറുമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട്. ഞാൻ ഈ പോസ്റ്റർ ഇപ്പോൾ ഒട്ടിക്കുന്ന അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർ നേരിട്ട് കാണുന്നുണ്ട്. ഒരു ചായ കുടിച്ച ഒരു 10 രൂപ എന്നാ കൊണ്ട് ചായ കുടിച്ചെന്ന് പറയാൻ തരില്ല.
അങ്ങനെ തന്നെ ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല. പക്ഷെ അങ്ങനെ വിനീത് ശ്രീനിവാസനാണ് ഹൃദയത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച സമയത്ത് ചേട്ടന്റെ പോസ്റ്ററും ചേട്ടൻ ഒട്ടിക്കുന്നതും ഷെയർ ചെയ്ത് അങ്ങനെയാണ് ചേട്ടനെ കൂടുതൽ ആൾക്കാർ ഒന്നുകൂടി അറിഞ്ഞതല്ലേ? അതെ അതെ, അത് ഈ കോവിഡ് കഴിഞ്ഞ ഒരു കാലത്താണ്. അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും ചില ഏരിയകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു, ഇന്ന ജില്ലകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു ഇതേപോലെ. ഇപ്പം എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിലോ മറ്റാണെന്ന് തോന്നുന്നു, കോട്ടയം ആ ഭാഗത്താണെന്ന് തോന്നുന്നു. ഇന്ന കുറേ തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഈ സിനിമ പോസ്റ്റ് ഒട്ടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വിനീത് ശ്രീനിവാസന് ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരുന്നു. അതെ അതെ, അത് കുറെ പേര് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാരണം നിങ്ങളെ ആരും അറിയപ്പെടുന്നില്ല. പോസ്റ്റർ ഒട്ടിക്കുന്ന പോസ്റ്റർ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കഷ്ടപ്പാടോ ആരാണ് അത് ഒട്ടിച്ചതെന്നോ ആരും അന്വേഷിക്കാനോ തിരക്കാനോ നിൽക്കാറില്ല. നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു താങ്ക്സ് കാർഡ് പോലും നിങ്ങളുടെ പേരുണ്ടാവാറില്ല. ഇല്ല, അതായത് ഈ വെള്ളവിരിച്ച സ്ക്രീനിൽ നന്ദി പ്രകാശനം മുതൽ സംവിധായകർ വരെ നീളുന്ന പേര് വിവരങ്ങൾ ഞങ്ങൾപ്പെട്ട ഒരാളുടെ പേര് വരാറില്ല. കാരണം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തു വയ്ക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ ഒരുപാട് ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചവരൊക്കെ ഉണ്ട്. പാമ്പ് കടിയേറ്റ് മരിച്ചവരുണ്ട്. എന്നെ ഒരു പ്രാവശ്യം പാമ്പ് കടിക്കാൻ വന്നിരുന്നു. ഞാൻ വലിയൊരു രാത്രി ഒരു കുഴിയിൽ ചെന്ന് വീണു. എന്തൊരു വലിയ കുഴിയായിരുന്നു, അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ത് കുഴിയാണെന്നത്. പിന്നെ എങ്ങനെയൊക്കെയാണ് കയറിയത്, കാരണം വിളിച്ചു പോയാൽ പോലും ഒരാളും ഇല്ല. അപ്പോൾ ഏതാണ്ട് രാത്രി 2:30-3 മണിയോളം ആയി. ആ കുഴിയിൽ നിന്ന് കയറാനും പറ്റുന്നില്ല. പിന്നെ വീട്ടിലുള്ളവർക്കുള്ള ഭാഗ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കയറിയത്. ആരോട് പറയാൻ, ആര് കാണുന്നില്ല, കാണാത്തൊരു ഏരിയ. അതുമല്ലാതെ അതിന് അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ എന്താ പറയാ, ആ ഒരു സമയത്ത് ഒരുപാട് ജോലികൾ, ഈ പോസ്റ്റർ ഒട്ടിപ്പിന്റെ കൂടെ തന്നെ വീടൊരു സാധാരണ കുടുംബമായിരുന്നു, എങ്ങനെയായിരുന്നു? അപ്പൊ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ടോ ലൈഫില്? ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. അത് ഈ കോൺക്രീറ്റ് പണി, അതുപോലെ വയറിങ്, പ്ലംബിങ്, അതിൻ്റെ കൂടെയൊക്കെ ഹെൽപ്പറായിട്ടുണ്ട് പോയിട്ടുണ്ട്. കട്ട കെട്ടാൻ, മണ്ണ് ചുവക്കാൻ, അങ്ങനെ ഒരുപാട് ജോലികൾ പോയിട്ടുണ്ട്. ഈ പറയുന്ന കണക്ക് ഹോട്ടലിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഈ എറണാകുളത്തൊക്കെ ഞാൻ ഒരുപാട് ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ക്ലീനിങ് ഭയങ്കര ഇതാണ്, ട്രെയിനിന്റെ ബാത്റൂം കഴുകാൻ വരെ. അതെ അതെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഒരുപാട് ജോലിക്ക് പോയതിൻ്റെ ശേഷമാണ് ഈ എറണാകുളത്ത് മാർഷൽ യാർഡെന്ന് പറഞ്ഞ യാർഡുണ്ട്, അവിടെ ട്രെയിൻ ക്ലീനിങ് കഴുകാനൊക്കെ ഒരാൾ കോൺടാക്ട് പിടിച്ചായിരുന്നു. അതുകൊണ്ട് 2-3-4 മാസം റെയിൽവേയിൽ അത് ക്ലീനിങ് ആയിട്ട് പണിയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പണി ചെയ്യുന്ന സമയത്ത് ഒരു അപകടവും സംഭവിച്ചു അല്ലേ? എന്നിട്ടും പോസ്റ്ററിനോടുള്ള, സിനിമയോടുള്ള അഭിനിവേശം കൊണ്ട് ആ ഒരു സമയത്തും ജോലി ചെയ്തു. എന്തായിരുന്നു ആ അപകടം പറ്റിയത്? അതെ അതെ, കണ്ണിന് പല ജോലികളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ ഒരുപാടുണ്ട്, 10-16 ടൈപ്പ് തരം ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഈ, കാരണം ഇത് മാഡം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ വയ്യാഴിക അല്ലെങ്കിൽ നമ്മുടെ ഞാനിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് കണ്ണിനൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു. അതെ അതെ, എനിക്ക് ഭയങ്കര വിഷമം തോന്നി, അതാ ഞാൻ ചോദിച്ചത്. അല്ല, അത് നമ്മുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ അറിയാൻ എനിക്ക് താല്പര്യമില്ല, എങ്കിലും ഞാൻ പറയാം. ഈ സോഡ ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു സോഡ നിറച്ച് ഫില്ല് ചെയ്തപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും ആ കുപ്പിയിൽ ഒരു 1/4 ഭാഗം മാത്രമേ വെള്ളമുള്ളൂ, ബാക്കി ഗ്യാസാണ്. അപ്പോൾ ഇത് ഓപ്പണർ വെച്ച് എടുത്ത് കളഞ്ഞാൽ മാത്രമേ വീണ്ടും റീഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഓപ്പണർ കൊണ്ട് ഇങ്ങനെ എടുത്ത് കളയാൻ നേരത്ത് നേരെ അടപ്പ് കണ്ണിലടിച്ചപ്പോഴേക്കും എന്ത് ചെയ്ത്, കണ്ണ് മൊത്തം ബ്ലഡായിരുന്നു, ഫുള്ള് ബ്ലഡായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, കണ്ണാശുപത്രി. അപ്പോൾ അവർ പറഞ്ഞു കണ്ണിൻ്റെ ലെൻസ് പോയി, ഇനി ഒരു രക്ഷയില്ല, ലെൻസ് വയ്ക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു 1-1.5-2 ആഴ്ചയോളം അവിടെ അഡ്മിറ്റ് ആക്കി. പിന്നീട് നോക്കിയപ്പോഴേക്കാണ് ഒരു കണ്ണിലെ ബ്ലാങ്കാണ്, കുറച്ചായിട്ട് കാണാം, ഒരു 100-ൽ 10% കാഴ്ചയുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നതാണ്. അനിയൻ പറഞ്ഞടാ, പ്രിയദർശൻ്റെ ഒരു കണ്ണ് കാഴ്ചയില്ല, എന്തോ കാഴ്ചയുടെ ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ വിഷമിക്കാനും വേണ്ട, റെഡിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ കാലക്രമേണ അപ്പൊ നടനാവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായല്ലോ അന്നേരവും മനസ്സിൽ. അപ്പൊ ഈ കണ്ണിനിങ്ങനെ അപകടം പറ്റിയപ്പോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടോ? അത് തന്നെ. അപ്പോ ഈ ഒരു, അതായത് കുറെ കാനമാറ്റം ഉണ്ടായി, കോങ്കണ്ണ് പോലെ വന്നു. കാരണം ഒരു കണ്ണ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഏതാണ്ട് ഒരു
7-8 വർഷത്തോളം ഇങ്ങനെ നടക്കുകയാണ്. കാരണം അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു അന്ന്. അതെ അതെ. അപ്പോൾ ഇന്നത്തെ കാലത്തുണ്ട്, ഇന്നിപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. ആ. അപ്പോഴാണ് അങ്ങനെ ഒരു വേറെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോഴും ജോലിക്ക് പോയി. അതെ അതെ, അപ്പോഴാണ് എന്നെ തിയേറ്ററിൽ നിന്ന് വിളിക്കുന്നത്. ഒരു പടം നാളെ ചേഞ്ചാണ്, നീ വന്നേ പറ്റൂ, വേറെ ആരുമില്ല, വേറെ നിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ആരും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണിൽ സ്റ്റിച്ച് കിടക്കുകയാണ്, ഒരു കണ്ണില് സ്റ്റിച്ച് ഇട്ടേക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിൽ ഉറക്കൊഴിയരുത്, തുമ്മരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം പിറ്റേന്ന് കളിക്കേണ്ട പടമാണ്. അപ്പോൾ മേജർ രവിയുടെ 90 Days, മിഷൻ 90 Days, മമ്മൂക്കയുടെ പടം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി സാർ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഒട്ടിച്ചു, ഈ വേദനയും കൊണ്ട് ഒട്ടിച്ചു. അപ്പോൾ കണ്ണിന് കുറച്ച് ഇൻഫെക്ഷൻ അടിച്ചു, വീണ്ടും ഹോസ്പിറ്റലിലായി. അങ്ങനെ അതാണോ കൂടുതൽ കണ്ണിന് പ്രശ്നം വന്നത്? അത് അങ്ങനെ തന്നെ കണ്ണിന് മൊത്തത്തിൽ വീണ്ടും ഇൻഫെക്ഷനായി, വീണ്ടും ഒക്കെ റെഡിയായി. പക്ഷെ എന്നാൽ പോലും 10% കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പോഴാണ് കോഴിക്കോട് വെച്ചിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അതിൻ്റെ സർജറിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ലെൻസ് ഇട്ടിട്ട് ഇപ്പം എത്ര ശതമാനം ഉണ്ട് കണ്ണിന് കാഴ്ച? ഒരു 30-40% ഉണ്ട്. 30-40% ഉണ്ട്, ബാക്കി 60 പോയി. പിന്നെ അത് ശരിയാവാൻ വേണ്ടിയിട്ട് ഇത് ഒരു പവർ ഗ്ലാസ് ആണ്, ഇല്ലെങ്കിൽ മറ്റേ സോഡ ഗ്ലാസ് ഇല്ലേ, സോഡ ഗ്ലാസ് ഇവിടെ വെക്കേണ്ടി ഇത്രയാണ്. പിന്നെ അത് പിന്നെ വീണ്ടും റെഡിയാക്കാൻ വേണ്ടി കുറച്ച് വലിയ ഗ്ലാസ് വെക്കേണ്ടി വരുമായിരുന്നു. അപ്പം ഇങ്ങനെ അപകടം പറ്റിയ ആ സമയത്ത് ഇനി ഒരിക്കലും നായകനാകാൻ പറ്റില്ല, എന്നേരം നായകനാവണം എന്നുള്ള മോഹം മനസ്സിലുണ്ടായിരുന്നു. എപ്പോഴാണ് ഈ പോസ്റ്റ്രോട്ടിപ്പിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയത് ലൈഫ്? അത് രാത്രി സെക്കൻഡ് ഷോ ഒക്കെ കണ്ട് കിടന്നുറങ്ങും. തിയേറ്ററിൽ തന്നെയാണ് റൂം. അപ്പോൾ സിനിമയുടെ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കും, നടീനടന്മാർ വലിയ വലിയ ഡയലോഗുകളൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ കിടക്കും, ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പോസ്റ്റർ എനിക്ക് ഒട്ടിക്കണം, ആ സിനിമ ഈ തിയേറ്ററിൽ കളിക്കണം, ഇതാണ് ആഗ്രഹം. ഈ മെയിൻ നടനൊന്നും വേണ്ട, നമുക്കൊരു 2-3 ഡയലോഗുകൾ, സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ട്. സപ്പോർട്ടിങ് വേണ്ട, കൂട്ടുകാരനോട് പറയാം അല്ലെ ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു 5 സെക്കൻഡ് സ്ക്രീനിൽ കാണുക, അല്ലെങ്കിൽ ഇന്ന സീനിൽ കാണണം, അത്രയുള്ള ആഗ്രഹങ്ങളും. പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, അതിന് മുന്നേ ഞാനൊരു കാര്യം പറയായിരുന്നു, ഈ ഡോക്യുമെന്ററി അല്ല, ഈ ഓലക്കൊട്ടയ്ക്ക് മുന്നേ ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സ്ലിപ്പ്. അത് ഇത് തന്നെയായിരുന്നു. അത് കുറച്ച് ചെറിയൊരു പുസ്തകമാക്കിയുള്ളത്, അതാണ് ഓലക്കൊട്ടയാക്കി മാറ്റിയത്. ഓലക്കൊട്ടക എല്ലാവരും ഏറ്റെടുത്ത ഒരു നോവലാണ്, ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിനു മുൻപ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നിയത് കഥയിലില്ലാത്തവർ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററിയാണ്. ഭയങ്കര രസമായിരുന്നു അത്. എങ്ങനെയാണ് ആ ഒരു ഡോക്യുമെന്ററി എഴുതാൻ, അല്ല ഡോക്യുമെന്ററി ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയ ഒരു പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അത് ഡോക്യുമെന്ററി ഒക്കെ കണ്ട് പരിചയം ഉള്ള നല്ലൊരു എക്സ്പീരിയൻസ്, കണ്ട് മാത്രമുള്ള പരിചയം. ഒരു ക്യാമറയിൽ കൂടി ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സിനിമ പോസ്റ്റ്രോട്ടിപ്പ് തൊഴിലാളികളെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ ആ കാലത്തായിരുന്നു ഒരേ കടൽ സിനിമ ഇറങ്ങിയത്. അപ്പോൾ ശ്യാമപ്രസാദ് ഡയറക്ടർ, എനിക്ക് പുള്ളിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ സിനിമയോട് ഇഷ്ടം. അത് എന്നെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതേപോലെ എൻ്റെ ഒരു ആഗ്രഹം സാറേ എനിക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഫെസ്റ്റിവലിൽ കാണുന്നതല്ലേ, ചെയ്യാൻ പറഞ്ഞു. ഓക്കെ സാറ് ധൈര്യം തന്നു. ഞാൻ ഡോക്യുമെൻ്ററി ചെയ്യാൻ അപ്പോൾ പൂജയൊക്കെ നടത്തണം, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സാറ് പറഞ്ഞു നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് പൂജ നടത്തി. അന്ന് ഫിയോക്കിൻ്റെ, അതായത് ഇപ്പോഴത്തെ ഫിയോക്കിൻ്റെ പ്രസിഡന്റ് വിജയകുമാർ സാറ്, അതായത് ഞാൻ ജോലി ചെയ്യുന്ന തിയേറ്ററിൻ്റെ മുതലാളി, അതെ, പിന്നീട് ശ്യാമപ്രസാദ് സാറ്, പിന്നെ വേറൊരു സംവിധായകനുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ചെന്നിട്ട് അവിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഡോക്യുമെൻ്ററിയുടെ പൂജ നടന്നു. അതിനുശേഷം ഒരു 1.5 വർഷത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തോളം അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു ഒന്ന്. പിന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങണം എന്നതിനെ കുറിച്ച് പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു, സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി.
പൂർത്തിയാവാൻ നോക്കിയിട്ട് വീണ്ടും പൈസയുടെ പ്രശ്നം, അവസാനം കുറച്ച് പൈസ കൊണ്ട് അങ്ങനെ ഒരു ദിവസം ശ്യാമപ്രസാദ് സാറിനെ കാണാനിടെ എന്തായി വർക്ക് എന്തായാലും ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന്. അപ്പോഴേ സാറ് വീട്ടിൽ നിന്നൊരു ചെക്ക് എഴുതി തന്നു, ഇനി ഇത് കൊണ്ടുപോയിട്ട് ബാക്കി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സാറ് തന്ന ചെക്ക് മാറി ഡോക്യുമെൻ്റ് പൂർത്തിയാക്കി പുറത്തിറക്കി. അപ്പോൾ പുറത്തിറക്കിയപ്പോഴേക്കും നമ്മളെ ഓസ്കാർ, റസൂൽ പൂക്കുട്ടി, പിന്നെ സുരേഷ് ഗോപി, മേനക, അതെ മേനകയുടെ ഭർത്താവ്, അതെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, ലിബർട്ടി ബഷീർ, നമ്മളെ ഓസ്കാർ, 2 ഓസ്കാർ താരങ്ങൾ അതിലുണ്ട്. ഒന്ന് ഓസ്കാർ കേരളത്തിലേക്ക്, ഓസ്കാർ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ആദ്യത്തെ എൻട്രി പോയ ഗുരുവിൻ്റെ സംവിധായകൻ രാജീവ് അഞ്ചൽ, പിന്നെ ഓസ്കാർ കിട്ടിയ ആള് പിന്നെ റസൂൽ പൂക്കുട്ടി, ലിബർട്ടി ബഷീർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഡോക്യുമെൻ്ററിയിലുണ്ടായിരുന്നു. പിന്നീട് കേരളത്തിലെ കുറേ ഒട്ടനവധി തിയേറ്ററുകൾ, അതിൽ ജോലി ചെയ്യുന്ന പോസ്റ്റ് ഒട്ടിപ്പ് തൊഴിലാളികൾ, അവരുടെ അനുഭവങ്ങൾ 8 ഫെസ്റ്റിവലിലൊക്കെ വലിയ പങ്കെടുത്തു, അവാർഡുകളും കിട്ടിയല്ലേ. അതെ, 6 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഉദ്ദേശിച്ച പോലെ ആൾക്കാർ, അതായത് സിനിമക്കാരും തന്നെ ഏറ്റെടുത്തില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു യൂട്യൂബിലുണ്ട്, പക്ഷെ സിനിമക്കാരും ഏറ്റെടുത്തില്ല. പക്ഷെ ഇത് ആരും ചെയ്യാത്ത ആരും കടന്നു ചെല്ലാത്തൊരു മേഖലയിലേക്ക് കടന്നു ചെന്ന ഒരാളാണ്. അതാണ് ഡോക്യുമെന്ററി ആയിട്ട് വന്നത്. അതെ 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 അതെ. അപ്പൊ അത് സിനിമാക്കാരത് കൈയൊഴിഞ്ഞതാണോ, അത് എന്താ പറയാ, അത് വിഷമം തോന്നി, അതെന്താണ് അത് സംഭവിച്ചത്? അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല. ഇത് ഷെയർ ചെയ്താൽ ചിലപ്പോ ആഷിഖ് അബു ഷെയർ ചെയ്തു ഇല്ലേ? അതെ അതെ. ആദ്യം ഇത് 2 പ്രാവശ്യമാണ് ചെയ്തത്. ആദ്യം ആഷിഖ് അബു ഇത് ഷെയർ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം ഈ ഡോക്യുമെൻ്ററി പല ചാനലുകളിൽ അതിൻ്റെ ലിങ്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി ചില ആൾക്കാർ അപ്ലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ അത് റിമൂവ് ആക്കി. പിന്നെ ഇപ്പോഴാണ് ഞാൻ അത് വീണ്ടും ചെയ്തത്. അതിനുശേഷം കുറേ സംവിധായകർക്ക് അയച്ചു കൊടുത്തു. പിന്നെ എന്നാലും എന്താണ് ഇത്രയും വലിയ കഥയിലില്ലാത്ത ഹെഡിങ് തന്നെ നിങ്ങൾ ഒരു കഥയിലും ഇല്ല. നിങ്ങൾ പക്ഷെ ഉണ്ട്, പക്ഷെ ഒരിടത്തും പരാമർശിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആരും അത് ഏറ്റെടുക്കാതെ പോയത്? അങ്ങനെ എന്താ തോന്നുന്നത്? കഥയിൽ ഇല്ലാത്തവർ അല്ലെങ്കിൽ കഥ ഇല്ലാത്തവർ എന്നാണ് ടൈറ്റിൽ കാണിച്ചറിയാൻ പറ്റും. അതെ അതെ, അത് വെട്ടിയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ സിനിമാക്കാരെന്ന് പറയുമ്പോൾ അവർക്കുള്ളതായ കാര്യങ്ങളെ നോക്കുള്ളൂ. കാരണം ഈ പറയുന്ന ഒരുപാട് സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമായിട്ടൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവരോട് പറഞ്ഞിരുന്നു, അവർ കണ്ടതുമാണ്, അവർക്ക് അറിയാവുന്നതാണ്, അവർ കണ്ടതാണ്. ഈ പറയുന്ന ലാലേട്ടൻ്റെ ഇപ്പോഴേ ഇറങ്ങിയ ഒരു 3D സിനിമയുടെ മെയിൻ ആള്, അതിൻ്റെ എല്ലാമായ ഏതായിരുന്നു ഇപ്പോൾ ഇറങ്ങിയത്, ലാൽ സാർ സംവിധാനം ചെയ്ത പടം ബറോസിൻ്റെ എല്ലാമായ ആള് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത പിന്നീട് ബന്ധമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അതുപോലെ ബറോസിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കയ്യടി, വാട്സപ്പിലൂടെ കയ്യടി എല്ലാം ചെയ്തു. ഇത് കണ്ടിട്ട് കണ്ടു, അത്രേ ഉള്ളൂ. ഒന്ന് ഷെയർ ചെയ്തിട്ട് പോലും അതൊന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചില്ല. പലർക്കും അതുമായിട്ട് ഒരുപാട് സിനിമ നടന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അത് ഞാനല്ലത്, എൻ്റെ പേജ് ഞാനല്ല ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്, വേറെ ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തട്ടുപൊളിപ്പൻ എന്താ പറയാ, മുടന്തൻ ന്യായങ്ങൾ. അതെ അതെ, മുടന്തൻ ന്യായങ്ങൾ അവർക്ക് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. അത് എന്താ പറയാ, സിനിമാ മേഖലയിൽ അങ്ങനെ പരസ്പരം സഹായിക്കുന്നവർ കുറവാണ്. അതെ 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 അതെ, സഹായിക്കുന്നവർ ഒരുപാട് കുറവാണ്. ഇപ്പം എന്നെ സഹായിച്ചിട്ട് അവർക്ക് എന്ത് നേടാനാണ്, അവർക്ക് എന്ത് കിട്ടാനാണ്? എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ഒരുപാട് പേരുടെ ബൈറ്റ് പറയുകയാണെങ്കിൽ റസൂൽ പൂക്കുട്ടി പറഞ്ഞ ബൈറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇതായിട്ട് തോന്നിയത്. കാരണം ഒരു സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു, എന്നാൽ സിനിമയിൽ ഒന്നുമല്ലാതെ ആയിപ്പോയവരാണ് ഈ പോസ്റ്റർ ഒട്ടിപ്പ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല അവർ സിനിമാ ഭ്രാന്ത് ഉള്ളത് കൊണ്ടാണ് ഈ ജോലി ഇങ്ങനെ ചെയ്തു പോകുന്നതെന്ന്. ശരിയല്ലേ അത് ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും. സിനിമ തിയേറ്ററിൽ നിൽക്കുന്ന പലരോടും ചോദിച്ചാൽ അറിയാം, അവർക്ക് സിനിമയോട് ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. ഒന്നും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് അവസാനം എത്തിപ്പെടുന്നതാണ് തിയേറ്ററിൽ. പക്ഷെ അവർക്ക് തിരിച്ചൊരു പോക്ക് കാണില്ല. ആത്മാർത്ഥമായിട്ട് സിനിമ ഒരു മോഹി അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ വന്ന ആൾക്കാർ പിന്നെ സിനിമാ തിയേറ്റർ വിട്ടു പോകത്തില്ല. അതാണ് അവരുടെ ഒരു ഇത്. അവരുടെ മരണം വരെ സിനിമാ തിയേറ്ററായിരിക്കും. എന്നാൽ അവരുടെ കുടുംബമല്ല, അവന് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ജോലി തന്നെയാണ്.
പലരും ആ ജോലി വിട്ട് പോയിട്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അതെ അതെ, പലരും എൻ്റെ അനുഭവത്തിൽ പലരും ഗൾഫിൽ പോയാലും ശരി അവർക്കുള്ള ഉള്ളിൽ ഈ ഇത് കിടക്കുകയാണ്, ഇതിൻ്റെ ഒരു അംശം. അവരെ വീണ്ടും തിരിച്ച് തിയേറ്ററിൽ കൊണ്ടുവരും. ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് 4-5-6 വർഷമായി. കല്യാണത്തിന് മുന്നേ ഇതേപോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗൾഫിൽ പോയി വീണ്ടും തിരിച്ച് വീണ്ടും തിയേറ്ററിൽ വന്നു. എനിക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല, എന്നെ ഇങ്ങോട്ട് വലിക്കും. സിനിമ ഇങ്ങനെ ആകർഷിക്കും. അതെ അതെ അതെ, സിനിമ തിയേറ്ററും അതങ്ങനെയാണത്. സിനിമയിൽ ഒന്നും ആയില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം. അതാണ്, അത് അവരുടെ ആഗ്രഹങ്ങളാണ്. പക്ഷെ ഒരാഴ്ച ഇപ്പം നമുക്ക് വേറെ എവിടെ പോയാലും വേറെ ഏത് ജോലി ചെയ്താലും ശരി, വ്യാഴാഴ്ച വൈകിട്ടോ ബുധനാഴ്ച വൈകിട്ടോ നമ്മളെ മനസ്സിങ്ങനെ അടുത്ത ചേഞ്ച്. അതെ അതെ, വെള്ളിയാഴ്ച സിനിമ ഒരു നടനുള്ളതാണെങ്കിൽ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും പോസ്റ്റർ ഒട്ടിപ്പ് തന്നെയാണ്. ഒരു പോസ്റ്റർ ഒട്ടിപ്പുകാരൻ സിനിമയുടെ വലിയൊരു വിജയത്തിന്റെ ഒരു അതെ അതെ, ഞാൻ നേരത്തെ അത് പറഞ്ഞു. റസൂൽ പൂക്കുട്ടി സാറും അത് തന്നെയാ പറഞ്ഞത്. എന്നുവെച്ചാൽ അവരില്ലാതെ ഒരു സിനിമ പോകില്ല. സുരേഷ് ഗോപി സാറും അത് തന്നെയാണ് പറഞ്ഞത്. പോസ്റ്റർ ഒട്ടിപ്പ് അവരെ ആരും പരിഗണിക്കുന്നില്ല, പക്ഷെ അവരില്ലാതെ സിനിമ വിജയിക്കില്ല. അതെ, സത്യൻ മാസ്റ്റർ അതുപോലെ പ്രേം നസീർ അവർക്കുള്ളൊക്കെ ഒരു പ്രാധാന്യം തന്നെ ഉള്ളതാണ് എന്നാണ് സുരേഷ് ഗോപി സാറും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സിനിമയെക്കുറിച്ച് ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫേസ്ബുക്ക് ആയിരുന്നാലും വാട്സപ്പ് ആയിരുന്നാലും ഏത് തുറന്നാലും സിനിമയെക്കുറിച്ചുള്ള പരസ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബസ്സിൽ ഇരിക്കുകയാണ്, കാറ് യാത്രയാണ്, 24 മണിക്കൂർ നമ്മൾ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കത്തില്ല. നമ്മൾ എവിടെ പോയാലും നമ്മളെ കണ്ണിൽ ഉടക്കുന്നത് ആ പോസ്റ്ററാണ്. അതെ, ആ പോസ്റ്റർ എവിടെയാണ്, ഏത് തിയേറ്ററിലാണ് കളിക്കുന്നത് എന്ന് എഴുതി വെക്കുന്നത് നമ്മളിങ്ങനെ നോക്കും. ഒരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നാലും ശരി, ആ ബ്ലോക്കിൽ നിൽക്കുമ്പോഴത്തേക്കും ജസ്റ്റ് അവൻ തിരിഞ്ഞു നോക്കുന്നത് ഒരു പോസ്റ്ററിലായിരിക്കും. കാരണം ഒരു ഒട്ടിപ്പുകാരൻ അറിയാം അവിടെ ബ്ലോക്ക് ഉണ്ട്, അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കും. അതൊരു ഒട്ടിപ്പുകാരൻ്റെ കഴിവാണ്. അപ്പോൾ ഇവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആ പോസ്റ്റർ അവിടെ കണ്ടിരിക്കും. അതെ അതെ. പിന്നെ സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ എത്ര പൈസയാണ് കിട്ടുന്നത്? അത് പറഞ്ഞുകൂടാത്തതാണ്. 3 രൂപ 50 പൈസയാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ. ആദ്യമൊക്കെ 2 രൂപയായിരുന്നു. അതെ, ഇപ്പം 3 രൂപ 50 പൈസയാണ്. ഈ പോസ്റ്ററിലാണ് നമ്മളെ ചിലവ്. ഒരു പോസ്റ്റർ ചിലപ്പോൾ ഒരു തിയേറ്ററിൽ വരുന്നത് ഇന്നത്തെ കാലത്ത് പോസ്റ്റർ ഒട്ടിപ്പ് കുറവാണ്, വരുന്ന കുറവാണ്. എങ്കിൽ പോലും 50 30-40 ചെറിയ പോസ്റ്റർ 50, ഒരു 50 5 6 ഷീറ്റ് 6 പീസുള്ളത്. ചിലപ്പോൾ ഒരു 100 30-40 10 6 ഷീറ്റും ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു പീസ് കണക്കാണ്. എങ്ങനെയായിരുന്നാലും ഒരു ഒട്ടിപ്പ് കഴിയുമ്പോൾ 450 രൂപയാണ്. ഒരു നൈറ്റ് ഫുള്ള് ഉറക്കം ചെയ്യുന്നതിന് 450 രൂപ. ഈ 450 രൂപയിൽ നമ്മളെ വണ്ടിക്കൂലി, ഭക്ഷണം, പിന്നെ ഈ പശ ഉണ്ടാക്കാനുള്ള മാവ് എല്ലാം കൂടെ വാങ്ങിക്കണം. അതിലൊന്നും കാണത്തില്ല. പിന്നെ ചിലപ്പോൾ 100 രൂപ ഉണ്ടായാലായി. അതെ. അപ്പം ഈ ഒരു പോസ്റ്റർ ഒട്ടിച്ച് ഒരു കുടുംബം നോക്കാൻ പറ്റും? അത് പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഒരാഴ്ച പോയാൽ ചിലപ്പോൾ ഒരു പോസ്റ്റർ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 700-800 രൂപ കിട്ടും. പക്ഷെ പോസ്റ്റർ ഒട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ഓൾ കേരള ഒട്ടിക്കുന്നവരുണ്ട്. അവർ ഒരു പോസ്റ്ററിന് 60 രൂപ 50 രൂപ അങ്ങനെ ആ റേറ്റിനാണ്. അത് നമുക്കറിയത്തില്ല, നമ്മൾ തിയേറ്ററിൽ ഒട്ടിപ്പോരാനില്ല. ഓൾ കേരള ഒട്ടിക്കുന്നവർക്ക്, കമ്പനി ഒട്ടിക്കുന്നവർക്ക് നല്ല റേറ്റ് ഉണ്ട്. തിയേറ്ററിന്റെ ഭാഗമായിട്ട് ഒട്ടിക്കുന്നവർക്ക് ഈ തുച്ഛമായ പൈസയേ ഉള്ളൂ. പക്ഷേ സിനിമ കോടിക്കണക്കിന് രൂപ വരുമ്പോഴേക്കും ഒട്ടിപ്പാറിന്റെ അവസ്ഥ ഓരോ കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നത്. സിനിമാക്കാർക്ക് എല്ലാവർക്കും, ടെക്നീഷ്യൻസിനായാലും നായകന്മാർക്കായാലും എല്ലാവർക്കും ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഒരു 3 രൂപ 50 പൈസ പോസ്റ്റർ. അതാണ് റസൂൽ പൂക്കുട്ടിയൊക്കെ പറഞ്ഞത്. അടങ്ങാത്ത അഭിനിവേശം, സിനിമയിൽ ഒന്നും ആകാത്തവരാണ് ഇത് ചെയ്യുന്നത്. കാരണം തുച്ഛമായ വേതനമാണ്, വേതനമല്ല നോക്കുന്നത്, അല്ലേ? അതെ.